1997 നവംബർ 17 മുതൽ 1998 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവരദനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് ആലപ്പുഴ നെടുമുടി കൊട്ടക്കാടില്ലം ബ്രഹ്മശ്രീ എം നാരായണൻ നമ്പൂതിരിയായിരുന്നു. നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ. സ്വാമിയേ ശരണയ്യപ്പ, മഹാദേവിയേ ശരണം. ധാരാള വിശാരി കുന്തളഫലം സിംഹാസനാദ്യാസ്തിർ പൂർജൽ പത്രകുളുപ്ത കുണ്ടലമതേ ശിക്ഷാഷവർദ്ധോദ്വയം നീലക്ഷൗമവസം നവീന ജലദശ്യാമം പ്രഭാസത്യാൽ പായൽ പാർശ്വയുഗം സുരക്ത സകല അല്പം സ്മരേതാരികാം ദുർഗാം ധ്യായ ദുർഗതി പ്രശമനം ദുർവാധളശ്യാമളം ചന്ദ്രാർത്ഥാജ്വല ശേഖരം ത്രിനയനം ആവീന വാസോവസം ശക്രം ശംഖമഷുഞ്ചോ ദേവതീം കോദണ്ഡബാണം ശിവമുദിരേ വാഭയകാമതേ സഹടിബന്ധാഭിഷ്ടതാം മാനയോ. 97-98 ശബരിമല മേശാന്തി ആയിരുന്നു. 2 കൊല്ലം ആറ്റുകാലിൽ മേശാന്തി ആയിട്ടിരുന്നിട്ടുണ്ട്. ശബരിമല മേശാന്തിയായിട്ട് കിട്ടിയത് ഞാൻ അറിയുന്നത് നെടുമുടി കുട്ടാലം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മേശാന്തി ആയിരുന്നു. ഞാൻ അവിടെ പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പം മകൻ വന്ന് പറഞ്ഞ് അച്ഛനെ നറുക്ക് വീണെന്ന് പറഞ്ഞ് ഞാൻ അന്നൊക്കെ ഉച്ചയ്ക്കാണ് നറുക്കെടുപ്പ്. അത് കഴിയുമ്പോൾ ഞാൻ സന്തോഷമായിട്ട് ഇറങ്ങിപ്പോരുമായിരുന്നു ശ്രീകോവിലിൽ നിന്ന്. പിന്നെ എനിക്ക് പിന്നെ വേറൊരു ഭാഗ്യം, അപൂർവമായിട്ട് കിട്ടിയൊരു ഭാഗ്യം, ചിത്തിര അവസാന ദിവസമാണ് വന്നത്. അതുകൊണ്ട് ശബരിമല അയ്യപ്പനെ അഭിഷേകം ചെയ്യാനും പൂജ കഴിക്കാനും അവസാനം ഇറങ്ങാൻ നേരം ഒരു പൂവിട്ടിട്ട് ഇറങ്ങിപ്പോരാനും അതുപോലെ ഈ പാനകം നേദിക്കുന്ന എല്ലാവരും കൊടുക്കാനുമുള്ള ഭാഗ്യം കിട്ടി. വളരെ അപൂർവമായിട്ട് കിട്ടുന്നൊരു ഭാഗ്യമാണത്. ശബരിമല മേശാന്തിയായിട്ട് കിട്ടുമ്പോൾ തന്ത്രി അവരോധിക്കും. ആ അവരോധിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സന്തോഷവും കുളിരും ഏകും. ഈ വെള്ളം വീഴുന്നതിൻ്റെ അല്ല, അയ്യപ്പനെ പൂജിക്കാൻ നമുക്കൊരുപോലെ അവസരം കിട്ടുന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ കുളിരേകും. അത് കഴിഞ്ഞ് നിങ്ങൾ കയ്യെ പിടിച്ചകത്ത് കയറ്റി അവിടുത്തെ ധ്യാനം, മൂലം മുതലായ മന്ത്രങ്ങളൊക്കെ അവിടുത്തെ ചിട്ടകളൊക്കെ പറഞ്ഞു തരും. അത് കഴിഞ്ഞാലും പിറ്റേന്ന് തൊട്ട് നാളെ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം. ശബരിമല അയ്യപ്പനെ ഒരു കൊല്ലം പൂജിക്കാൻ അവസരം കിട്ടുന്നതിന് മഹാഭാഗ്യമാണ്. വളരെ അപൂർവമായിട്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനെയുള്ള ഭാഗ്യം കിട്ടത്തുള്ളൂ. ഞാനിരുന്ന കൊല്ലം 4 പേർക്കായിരുന്നു ലിസ്റ്റിൽ. എനിക്ക് അവസാനമായിട്ടാണ് നറുക്ക് വീണത്. അവസാനത്തെ ലിസ്റ്റ് ഇതായിരുന്നുകൊണ്ട് കിട്ടി, ഭാഗ്യമായി. ശബരിമല അയ്യപ്പനെ വന്ന് തൊഴുന്നവർക്കൊക്കെ നല്ല തൃപ്തിയാണ്. എല്ലാവർക്കും ഗുണം കിട്ടിയെന്ന് തിരിച്ചു വന്ന് പറയും. പലർക്കും അവിടെ തൊഴുത് മണി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് സന്താന ഭാഗ്യം കിട്ടിയെന്ന് പറയുന്നുണ്ട്. ശബരിമല പൂജകനായിട്ട് പ്രവേശിച്ചപ്പോൾ വളരെ സന്തോഷമാണ്, ആത്മനിർവൃതിയാണ്. നമ്മുടെ മുജ്ജമ്മ സുഹൃതം കൊണ്ടാണ് അവർ ഇരിക്കാൻ വെക്കുന്നത്. എൻ്റെ അമ്മയുടെ സഹോദരൻ അമ്മാവൻ അവിടെ മേശാന്തിയായിരുന്നു. ഒരുപാട് കാലം മുമ്പാണ്. ഗോവിന്ദൻ നമ്പൂതിരി പടിഞ്ഞാറേ വെള്ളിയോട് അവിടെ മേശാന്തിയായിരുന്നു. അവിടെ എല്ലാം സേവിക്കാൻ അവസരം കിട്ടുന്നതിന് ബ്രാഹ്മണരല്ല ആരെ സംബന്ധിച്ചോളം വളരെ ഭാഗ്യമാണ്. ഞാൻ 3ാമത്തെ പുറപ്പെടാശാന്തിയായിരുന്നു ശബരിമലയിൽ. അന്നാണെങ്കിൽ ഈ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളൊന്നും ആയിട്ടില്ല, മീഡിയകളൊന്നും ആയിട്ടില്ല. ഞാൻ പമ്പയിലാണ് ഇരുന്നത്. ഞാൻ 3ാമത്തെ പുറപ്പെടാശാന്തിയായിട്ട് പമ്പയിലാണ് ഇരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ശബരിമല ഇരുത്താൻ തുടങ്ങിയത്. ഈ ശബരിമല അവിടെ ഇരിക്കുന്ന കാലത്തായാലും മറ്റു സൗകര്യങ്ങളൊക്കെ വളരെ കുറവ്. അന്നത്തെ കാലമല്ലേ, അന്ന് വാർത്താവിനിമയമാണെങ്കിലും വളരെ കുറവ്. ഈ ടെലിഫോണല്ല വേറൊരു സംവിധാനവും പമ്പയിലൊന്നും ആയിട്ടില്ല. ഒരു കൊല്ലം ശബരിമല മേശാന്തി ആയിട്ടിരിക്കുന്നതോളം വീട്ടിലാണെങ്കിലും പരിപൂർണ സൗഭാഗ്യമായിരുന്നു. ആർക്കും മറ്റു കാര്യങ്ങളായിട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അയ്യപ്പൻ്റെ തുടർന്നായാലും എനിക്ക് അയ്യപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വരെയും യാതൊരു ദോഷങ്ങളും ഉണ്ടായിട്ടില്ല. ശബരിമല മേശാന്തി ആയിരുന്നപ്പോൾ വീട്ടിൽ ഒരു ദിവസം ഒരു കള്ളൻ മുകളിൽ കയറിയിരുന്നു. പക്ഷേ അകത്തോട്ട് ഇറങ്ങാനോ ഒന്നും സാധിച്ചില്ല. കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ഇരുന്ന കള്ളന് പുറത്തേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. അയ്യപ്പൻ കണ്ണ് പൂട്ടിയാൽ എന്തായാലും അദ്ദേഹത്തിന് കള്ളന് താഴത്തേക്ക് ഇറങ്ങാൻ ഒത്തില്ല. അതൊരു വലിയ ഭാഗ്യമായിട്ട് കഴിയും. അന്നൊക്കെ ആണെങ്കിൽ നാട്ടിൽ അവളാരും ഇല്ലല്ലോ, ഞാൻ മലയിൽ ഇരിക്കുകയല്ലേ. അതുകൊണ്ടൊരു വലിയ ഭാഗ്യമായിട്ട് അയ്യപ്പനൊരു പരീക്ഷണം ചെയ്തതാണ്. പക്ഷേ താഴത്തേക്ക് ഇറങ്ങാൻ ഒക്കത്തില്ല. കള്ളം മുകളിലിരുന്ന് തിരിച്ചങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. അതിൽ ശബരിമലയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാൽ എൻ്റെ മക്കളുടെ വിവാഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അയ്യപ്പൻ അനുഗ്രഹം കൊണ്ട് സാമാന്യം നല്ല നിലയിൽ തന്നെ സാധിച്ചു. ശബരിമല മേശാന്തി ആകുന്നതിന് മുമ്പ് നമുക്ക് പ്രത്യേകിച്ചൊരു പരിഗണനയൊന്നും എങ്ങും കിട്ടത്തില്ല. ചെന്ന് കഴിഞ്ഞാൽ ഇന്ന വീട്ടിൽ ഇന്ന ആളെന്നുള്ളത്. ശബരിമല മേശാന്തി ആയിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ഇന്ന് വരെയും നമ്മൾ എവിടെ ചെന്നാലും ശബരിമല അന്ന് മേശാന്തി ആയിരുന്നു, പിന്നെ ആയാലും ശബരിമല ഉന്മേശാന്തി എവിടെ ചെന്നാലും ആളുകൾ വളരെ ബഹുമാനത്തോട് പെരുമാറുന്നുണ്ട് ഇപ്പോഴും. അതെല്ലാം അയ്യപ്പൻ്റെ ഒരു കൃപാകടാക്ഷങ്ങളായിട്ട് കാണുന്നു. മുജ്ജമ്മ സുഹൃതവും പിതൃക്കൾ അനുഗ്രഹം കൊണ്ടാണ് ശബരിമല കിട്ടിയത്.
അപൂർവം ചില അമ്പലങ്ങളിൽ മാത്രമുള്ള അഭിഷേകത്തിന് പ്രാധാന്യം. അയ്യപ്പൻ അഭിഷേകത്തിനാണ് പ്രാധാന്യം. എപ്പോഴും നട തുറന്നാൽ ഉച്ചപ്പൂജ വരെ അഭിഷേകമാണ്. രാവിലെ തൊട്ട് ആദ്യം തന്ത്രി ചെയ്യും, പിന്നെ മേശാന്തി ചെയ്യും, പിന്നുള്ള അഭിഷേകങ്ങൾ കൂടെ വരുന്നവരാരെങ്കിലുമൊക്കെ ചെയ്യും. അന്നത്തെ കാലത്ത് ഇതുപോലെ സമയങ്ങൾ ഇത്രയും സമയമൊന്നുമില്ല. രാവിലെ 4 മണിക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ അല്ലെ 12 മണിയാകുമ്പോൾ അടയ്ക്കാം. പിന്നെ വൈകിട്ട് 4 മണിക്കോ 5 മണിക്കോ ഒക്കെ തുറക്കുകയുള്ളൂ. ഇതുപോലെ തിരക്കാനായിട്ടില്ല. ഒരുപാട് അത്രയും കാലം മുമ്പല്ലേ. ഇപ്പോഴാണ് ഒരുപാട് നേരത്തെ തുറക്കുന്നുണ്ട്, താമസിച്ച് അടയ്ക്കും. വൈകിട്ടായാലും നേരത്തെ തുറക്കും, രാത്രി താമസിച്ച് അടയ്ക്കും. ഒരു കൊല്ലം അവിടെ ഇരുന്ന് ഭക്തജനങ്ങൾ വന്ന് പറയുന്നതാണല്ലോ നമുക്കറിയാം. അവിടെ ഇരിക്കുമ്പോൾ യാതൊന്നും പുറത്തെ കാര്യങ്ങൾ അറിയാനൊക്കുകയില്ല. ഭക്തജനങ്ങൾ പറയുന്നുള്ളൂ തൊഴുത് അയ്യപ്പൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുട്ടികളുണ്ടായിട്ടുണ്ട്, വാഹനം നടന്നിട്ടുണ്ട്, ഈ മിണ്ടാൻ വയ്യാത്ത അവിടെ ഒന്ന് ശരണം വിളിച്ച് മിണ്ടിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് മണ്ഡലക്കാലത്തായിരുന്നു ഉത്സവം. ഇപ്പോഴത്തെ പോലെ പിന്നല്ലായിരുന്നു. അതായത് മണ്ഡലത്തിലെ ഉത്തരൻ ആറാട്ട് വരത്തക്ക ദിവസം കൊടിയേറി ഉത്സവം നടത്തുകയായിരുന്നു. അതൊരു ശകലം ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ തിരക്കിന് ഭക്തജനങ്ങൾക്കായാലും നമുക്കായാലും ഒക്കെ ബുദ്ധിമുട്ട് വരും. ഈ ഉത്സവത്തിൽ പോകുമ്പോഴും മറ്റ് കാര്യങ്ങളും മറ്റ് ശിവയിലും ശ്രീഭൂതവിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഭക്തജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട്. ഇപ്പോഴാകുമ്പോൾ ഈ മാറ്റം കൊണ്ട് വളരെ സൗകര്യമാണ് ഇപ്പോഴത്തെ രീതി. മണ്ഡലക്കാലത്താണ് 41 എല്ലായിടവും പ്രാധാന്യം. 41 അന്നത്തെ പൂജ വളരെ പ്രാധാന്യമാണ്. അത് രാവിലത്തെ പൂജയൊക്കെ മേശാന്തി ചെയ്യും, ഉച്ചപ്പൂജ തന്ത്രി ചെയ്യും. വൈകിട്ട് അന്നത്തെ രീതിക്ക് തന്ത്രി നേരത്തെ ഇങ്ങ് പോരുന്നതുകൊണ്ട് പിന്നെ തലപ്പൂജ മേശാന്തി അങ്ങ് ചെയ്യുകയുള്ളൂ. മകരവിളക്കെന്ന് പറയുമ്പോൾ തിരുവാഭരണം കൊണ്ടുവരുന്നതാണ്. ശബരിമല തിരുവാഭരണം കൊണ്ടുവരുന്ന സമയത്ത് മേശാന്തി ശ്രീകോവിലോട്ട് മേടിക്കുക എന്നുള്ളതല്ല, എന്തൊക്കെ അതിലുള്ളതെന്ന് ആരും അറിയുന്നില്ല. അയ്യപ്പനും കൊടുത്തു വിട്ടുന്നവർക്ക് മാത്രമല്ല, തിരിച്ച് ഞങ്ങൾ ചാർത്തിയിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ ലിസ്റ്റും പൊടിയുള്ള സാധനങ്ങളെല്ലാം നോക്കിയെടുക്കും. ഈ അത്രയും ദിവസം അയ്യപ്പനെ ചാർത്താനും അവിടെ പൂജ കഴിക്കാനും ഒക്കുന്ന നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരു കൊല്ലം അയ്യപ്പനെ പൂജിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു ശരീരത്തിന് ശക്തി കിട്ടിയ പോലെ തോന്നുന്നുണ്ടാവും. പുറത്തിറങ്ങി കഴിഞ്ഞാലും ആൾക്ക് മുമ്പേ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ബഹുമാനം വരും. ശബരിമല മുൻ മേശാന്തി നിലയ്ക്ക് അല്ല, മുൻപ് കണ്ടുകൊണ്ടിരുന്ന രീതിക്കല്ല നമ്മളെ കാണുക. എവിടെ ചെന്നാലും നമുക്കൊരു അംഗീകാരം കിട്ടുന്നുണ്ട്. ഇപ്പം മണ്ഡലക്കാലമാണ്. മണ്ഡലക്കാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അയ്യപ്പനെന്നല്ല എല്ലാ ക്ഷേത്രങ്ങളിലും മണ്ഡലക്കാലം വളരെ പ്രാധാന്യമാണ്. ഈ മണ്ഡലകാലങ്ങളിൽ ശബരിമല ചെന്ന് തൊഴാൻ സാധിക്കുന്നവർക്കും സാധിക്കാത്തവർക്കും വ്രതമെടുത്തിരിക്കുന്നവർക്കും എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണ, മഹാദേവിയേ ശരണം.